ഹലോ. അപ്പോൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് ഓടിപ്പോന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഇങ്ങ് ഓടിപ്പോന്നു. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എങ്കിലും സാരമില്ല, ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് തീ കൊണ്ടുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ ആണെന്നാണ് അവർ പറഞ്ഞത്, തീ വെച്ചിട്ടുള്ള പരിപാടി. അപ്പം അത് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ബാക്കിലാണുള്ളത്. അവിടെ ഒരു ചാക്കൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം തീയല്ലേ സംഭവം, കുഞ്ഞുങ്ങളും ഉണ്ട് അടുത്ത്. അപ്പം തീ എന്തെങ്കിലും മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആകെ ഇടങ്കോലാവും. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിലേക്ക് മാറിയിരുന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കര ആകാംക്ഷയിലാണ്, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. തീ കൊണ്ടുള്ള എന്ത് പ്രയോഗമാണെന്നും അറിയത്തില്ല. നമുക്കെല്ലാം വഴിയേ കാണാം. അപ്പോൾ എങ്ങനെയാണ്, നമുക്കിരുന്ന് കാണാം അല്ലേ? തീ കൊണ്ടുള്ള പരിപാടിയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ശരിക്കും പേടിച്ച് നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു നമ്മൾ കാണുന്നത്. ഒറ്റ കണ്ണൊക്കെ അരച്ചു പിടിച്ചാണ് ഓരോ സമയത്തും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഈ ഒരു തീയുടെ മണ്ടയ്ക്ക് കയറുന്നു, അതുകൊണ്ട് ഓടുന്നു, അങ്ങനെ പല പല ഐറ്റങ്ങളും അവർ ചെയ്തു. അങ്ങനെ തീ കൊണ്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണെങ്കിൽ പുള്ളി വേറെ എന്തോ ഒരു ഐറ്റം കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ലേലം വെപ്പ് ഉണ്ട്. ഇവർ വന്ന് കഴിയുമ്പോഴത്തേക്കും ലേലം വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് തന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാം ലേലം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സാധനം വെച്ചിട്ട് അവർ ലേലം വിളിക്കും. ഇപ്പം ഒരു 10 മുട്ടയാണെങ്കിൽ 10 മുട്ടയ്ക്ക് അവർ ലേലം വിളിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് അവർക്ക് കൊടുത്തിട്ട് അവർ ക്യാഷ് അവർ വാങ്ങിക്കും. അങ്ങനെയാണ് ഇവർ ലേലം വിളിക്കാറുണ്ട്. അപ്പം ആ ഒരു ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ലേലം വിളിയിൽ ആർക്കാണ് കിട്ടുന്നത്, ഭയങ്കരമായിട്ട് വാശിക്ക് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട്. ആർക്കാണ് കിട്ടുന്നത് നമുക്കറിയില്ല. പിന്നെ ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം രണ്ടാമത്തെ ദിവസത്തെ ഞാൻ അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് തീയുടെ പരിപാടി അങ്ങനെയായിരുന്നു. സെയിം തന്നെ ഒരുപാട് വീഡിയോ അങ്ങനെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടാമത്തെ ദിവസത്തെ രാത്രിയിലത്തെ ലാസ്റ്റ് പരിപാടിയാണ് ഈ ഒരു ലേലം. ഇത് നമുക്ക് കാണാം. ಪ್ರೇಮಳ ഞങ്ങളുടെ ജീവിതത്തിൽ മറന്നാളെ ലാസ്റ്റ് ദിവസം പരിപാടി ചേട്ടാ. ഇത് സ്പോൺസർ ചെയ്ത അതാ യാര് ഒരു സ്പോൺസർ ചെയ്ത സതീഷ് ചേട്ടാ, തനീഷ് സൈത്ത്, കനീഷ് ചൈത്ത, സൈത്ത്, കനീഷ് ചൈത്ത്, സൈത്ത്. സ്പോൺസർ ചെയ്ത കനീഷും അതുപോലെ തന്നെ സൈത്ത് അമ്പലപ്പുഴ. ഇത്രയും നമ്മുടെ ഈ സ്റ്റേജിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ടീമിൽ വരൂ. അതാ ആകാശ് ചേട്ടൻ വരൂ. നിങ്ങൾ ടീമെല്ലാം വരൂ. സൈത്ത് അമ്പലപ്പുഴയുടെയും കനീഷിന്റെയും സാന്നിധ്യത്തിൽ സൈത്ത് അമ്പലപ്പുഴ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ ലേലം വിളിയൊക്കെ കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസം ഉള്ള പ്രോഗ്രാമാണിത്. ഈ ഒരു രണ്ടാമത്തെ ദിവസത്തെയും മൂന്നാമത്തെ ദിവസത്തെയും ഞാൻ ഒരുമിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും അധികം ലെങ്ത് ഇല്ലായിരുന്നു വീഡിയോയ്ക്ക്. കാരണം രണ്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലെങ്ത്ത് കുറഞ്ഞു പോവും, പെട്ടെന്ന് തീർന്നു പോവും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ
ഫസ്റ്റ് ദിവസം ചെയ്ത പോലെ തന്നെ തുടക്കം ഫുള്ള് ഡാൻസും അതുപോലെ തന്നെ പിന്നെ സൈക്ലിങ്ങും തന്നെയായിരുന്നു. പിന്നെ അത് കുറച്ച് വെറൈറ്റി ഉണ്ടെങ്കിൽ തന്നെയും അത് തന്നെയായിരുന്നു സെയിം. അപ്പം ആദ്യത്തെ ദിവസം ഒരു കലമാണെങ്കിൽ രണ്ടാമത്തെ ദിവസം 2 കലം, മൂന്നാമത്തെ ദിവസം 3 കലം എടുത്തിട്ടിങ്ങനെ പോകുന്ന ആ ഒരു സൈക്ലിങ്ങും അത് തന്നെ സെയിം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല. അപ്പോൾ പിന്നെയും രണ്ടാമത്തെ ദിവസം റിപ്പീറ്റ് അത് തന്നെ ഇടുമ്പം ഒരു ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു പോർഷനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ കാണാൻ നിന്നിരുന്ന ഒരു 4 കുട്ടികളെ അവർ വിളിച്ച് കിടത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഈ സൈക്കിൾ വെച്ചിട്ട് ബാക്കി പരിപാടികൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. പിള്ളേരെല്ലാം പേടിച്ച് കിടക്കുകയാണ്, എന്താണെന്ന് അവർക്കും അറിയത്തില്ലല്ലോ. എല്ലാ എണ്ണം വരണ്ട് കിടക്കുകയാണ്. എന്തായാലും ഇതായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്ന പരിപാടി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി, അതായത് പുള്ളിൻ്റെ വൈഫാണ്, അവർ ഒരു കുഴി കുഴിച്ച് അതിനകത്ത് ഇട്ട് വെക്കാൻ പോവുകയാണ്. അതായത് ഈ കുഴി ആദ്യമേ വേറെ നമ്മുടെ കൂട്ടത്തു നിന്ന് ഒരാളെ വിളിച്ചിട്ട് അതിലൊന്നുമില്ല, വേറെ നമ്മൾ ആളെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു. കാരണം അതിൽ വേറെ ഒന്നുമില്ല, ഒരു ഐറ്റംസും ഇല്ല, അവർക്ക് ഫാനോ അങ്ങനെ ലൈറ്റോ ഒന്നും സംഭവമില്ല. ശ്വാസം വിടാനുള്ള വേറെ വഴികളൊന്നുമില്ല, രക്ഷപ്പെടാനുള്ള വഴികളൊന്നുമില്ല. അത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. അതിനുശേഷം ആ പെൺകുട്ടി അവർ ആ കുഴിക്കകത്തിട്ട് മൂടുകയാണ്. ശരിക്കും ശ്വാസം നിലച്ചു കണ്ടൊരു സംഭവമാണിത്. ആ ഒരു ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, എല്ലാം ഇങ്ങനെ മുള്ളിൽ നിന്ന് കാണുന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് ആ പെൺകുട്ടിയെ അവരവിടെ ആ ഒരു കുഴിക്കകത്ത് ഇറക്കി വെച്ചിട്ട് അതിന് മണ്ണിട്ട് മൂടുകയാണ് ഫുള്ള്. എന്നിട്ട് അരമണിക്കൂർ ആ കുട്ടി അതിനകത്ത് തന്നെ ഇരിക്കും. അതിന് ശേഷം മാത്രമേ അവരതിനെ വെളിയിലെടുക്കത്തുള്ളൂ. ശരിക്കും പേടിയുണ്ട്. അത്രയും നേരം എങ്ങനെ ആ പെൺകുട്ടി അതിനകത്ത് ഇരിക്കും എന്നറിയത്തില്ല. ഇവർ എല്ലായിടത്തും കാണിക്കുന്നതാണ് എങ്കിൽ പോലും അത്രയും കുഞ്ഞൊരു കുഴിയിൽ നമുക്ക് ഒരു 5 മിനിറ്റ് പോയിട്ട് 2 മിനിറ്റ് പോലും ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് അരമണിക്കൂർ ആ ഒരു കുട്ടി ആ ഒരു കുഴിയിൽ
ഇടയ്ക്ക് നൈനൂട്ടി എൻ്റെ അടുത്തു നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. അവൾ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അവളുടെ കൂട്ടുകാരൊക്കെ അവിടെ ഇരിക്കുന്നു. പിന്നെ ആൾ എൻ്റെ അടുത്ത് ഇരുന്നില്ല, എഴുന്നേറ്റ് പോയി അവരുടെ കൂടെ പോയിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് കളിയും ചിരിയും തമാശ പറച്ചിൽ എന്തൊക്കെയോ പറയുന്നതും ചിരിക്കുന്നതൊക്കെ ഉണ്ട്. എന്താണെന്നറിയത്തില്ല. ആളിപ്പം അവരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുന്നുണ്ട്. ഇതായിരുന്നു അവരുടെ ലാസ്റ്റ് ഐറ്റം. നമ്മൾ ഈ കാണുന്ന പോലെ തലയിൽ ചട്ടിയൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് ആ പെൺകുട്ടി കുറച്ച് റൗണ്ട് നടന്നു. ഇതോടുകൂടി അവരുടെ പ്രോഗ്രാം തീർന്നു. പിന്നെ ഉള്ളത് ലേലം വിളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ദിവസമാണ്, ആണുങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നൈനൂട്ടിനെ കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.